ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ ഞാൻ ഇന്ന് ഈ ബോട്ടിൽ ആർട്ട് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു പ്ലെയിൻ കുപ്പിയാണ്. അതിലേക്ക് ആദ്യം ചെയ്തു കൊടുക്കുന്നത് എന്താ വെച്ചാൽ ജൂട്ട് റോപ്പ്, ചാക്കുനൂലും റെഡ് ത്രെഡും കൂടെ ഓൾട്ടർനേറ്റ് ചെയ്ത് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കും. അപ്പോൾ ആദ്യം ചാക്കുനൂലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗം ചാക്കുനൂൽ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഭാഗം റെഡ് ത്രെഡ് ഒട്ടിച്ചു കൊടുക്കും. എനിക്ക് ഈ ചാക്കുനൂല് കൊണ്ടുള്ള വർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചാക്കുനൂല് ഒരു റെഡ് അല്ലെങ്കിൽ ഗ്രീൻ കോമ്പിനേഷനൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്തതാണ്. ഇത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്തു തുടങ്ങിയത്. അപ്പോൾ ചാക്കുനൂല് ഒട്ടിച്ചു കൊടുത്തു. ഫെവിക്കോൾ കുറച്ച് തേച്ച് കൊടുത്താൽ മതി, അത് ഒട്ടിയിരുന്നോളും. ഇത് നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഒന്നിനോട് മുകളിലേക്ക് കയറാണ്ട് കറക്റ്റ് വരിയായിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ ശ്രദ്ധിച്ചാൽ നല്ല ഭംഗിയായിട്ട് കിട്ടും അത്. പിന്നെ ലാസ്റ്റ് മാത്രം ഫെവിക്കോൾ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് ഇരുന്നോളും. ചാക്കുനൂല് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, റെഡും ഈ ജൂട്ട് റോപ്പും തമ്മിലുള്ള ഓൾട്ടർനേഷനാണ് വരുന്നതെന്നുള്ളത്. പിന്നെ റെഡ് നൂല് ഇതേപോലെ തന്നെ കുറച്ച് ഭാഗം ഒട്ടിച്ചു കൊടുക്കണം. ഇതേപോലെ തന്നെ ഫെവിക്കോൾ തേച്ച് കൊടുത്ത് കുറച്ച് ഭാഗം അതേ അളവിൽ, ഏകദേശം അതേ അളവിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ജൂട്ട് റോപ്പ് ചുറ്റിയെടുത്തു, പിന്നെ റെഡ് ത്രെഡ് ചുറ്റിയെടുത്തു. ഇനി അങ്ങനെ വീണ്ടും ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യണം. പക്ഷെ ഞാൻ രണ്ടാമത്തെ സെക്ഷനിൽ കുറച്ചും കൂടെ വീതി കൂട്ടിയിട്ടാണ് ഈ ജൂട്ട് റോപ്പ് ചുറ്റിയെടുത്തേക്കുന്നത്. നമ്മളത് വീഡിയോയിൽ കാണുന്നുണ്ട്. നമ്മൾ കുപ്പി ഫുൾ ചുറ്റിയെടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ കുപ്പിയുടെ ത്രെഡ് ചുറ്റിയെടുക്കുന്നത് ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനമായി. ഇപ്പം ആ റെഡ് കളറ് ലാസ്റ്റ് കൊണ്ടുവച്ച് നിർത്തും. റെഡ് കളർ ഒട്ടിച്ച് ലാസ്റ്റ് നിർത്തും. അപ്പം നമ്മൾ ത്രെഡ് ചുറ്റി കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് കുപ്പി. ഇത് നല്ല കളർ കോമ്പിനേഷനാണ്, നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. ഇതിൽ വേറൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ചെറിയ വല്ല മുത്തുകളൊക്കെ ഒട്ടിച്ചു കൊടുത്താൽ തന്നെ നല്ല ഭംഗിയായിരിക്കും തോന്നുന്നുണ്ട് എനിക്ക്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഈ റെഡ് കളറിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, റെഡ് കളറിൽ കോണോട് കോൺ മുത്തൊട്ടിച്ചു കൊടുക്കും. വെള്ള മുത്താണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ വെള്ള മുത്ത് ഇങ്ങനെ കോണോട് കോണായിട്ട് ഒട്ടിച്ചു കൊടുക്കും, റെഡ് കളറിൽ മാത്രം.
അപ്പോൾ ഈ റെഡ് കളറിൽ വൈറ്റ് മുത്തൊട്ടിച്ചെടുക്കുമ്പോൾ ഞാൻ ആദ്യം ഫെവിക്കോൾ കൊണ്ടാണ് ഒട്ടിച്ച് കൊടുത്തത്. അപ്പോൾ പക്ഷെ അത് നിൽക്കുന്നില്ല ഫെവിക്കോൾ കൊണ്ട് ഒട്ടിച്ച് കൊടുത്തിട്ട്. എന്നിട്ട് ഗ്ലൂ ഗണ്ണാക്കി. അപ്പോൾ ഗ്ലൂ ഗണ്ണാകുമ്പോൾ അത് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഒട്ടും നമ്മൾ പിടിച്ച് വലിച്ചാലും അങ്ങനെ പോരുമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ 2 ഭാഗത്തും ഒട്ടിച്ച് കൊടുത്തു. 2 ഭാഗത്തല്ല, 3 ഭാഗത്ത് റെഡ് നൂല് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ 3 ഭാഗത്ത് ഞാൻ ഒട്ടിച്ച് കൊടുത്തു. ഇനി അങ്ങനെ ഈ മുത്തൊക്കെ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ചാക്കുനൂല് വീണ്ടും ഉപയോഗിക്കുകയാണ് കേട്ടോ. ചാക്കുനൂല് ആ മുത്തിൻ്റെ മുകളിൽ കൂടെ എടുത്തിട്ട് കോണോട് അങ്ങ് ചുറ്റി കൊടുക്കുക. എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായി എന്നറിയില്ല, വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അതിനുശേഷം നമ്മൾ ഈ ഒരു ഫോം ഷീറ്റിൽ ഇലയുടെ ഷേപ്പ്, ഇത്തിരി വാലൊക്കെയുള്ള ഇലയുടെ ഷേപ്പ് വെട്ടിയെടുക്കും. ഞാൻ എടുത്തിരിക്കുന്ന കളർ എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് ചോക്ലേറ്റ് കളറാണ്. ചോക്ലേറ്റ് ഒരു ലൈറ്റ് കളറ്, അത് ഗ്ലിറ്ററിങ് ഫോം ഷീറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ചെറിയൊരു വാലൊക്കെ ആയിട്ട് സ്റ്റാർ പോലത്തെ ഒരു ഇലയാണ് വെട്ടിയെടുക്കുക. അപ്പോൾ 2 ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ. അപ്പോൾ നമ്മൾ 2 ഇല തയ്യാറാക്കി വെച്ചു. അതേപോലെ കുറച്ച് റെഡ് കളറ് മുത്തുകളും തയ്യാറാക്കി വെച്ചു. ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുക്കാനാണ്. അപ്പോൾ ആ റെഡ് ത്രെഡിൻ്റെ താഴെയായിട്ട് 2 ഇലകളും അടുപ്പിച്ചൊട്ടിച്ച് കൊടുത്തു. പിന്നെ ഞാൻ ചെറിയൊരു ഷേപ്പിൻ്റെ ഔട്ട്ലൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്ത് ഷേപ്പ് എന്നാ പറയാനൊന്നും എനിക്കത്ര അറിയില്ല. എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് അറ്റത്തായിട്ടൊരു നീട്ടലായിട്ടുള്ളൊരു ഷേപ്പ്, മാംഗോയുടെ ആ അറ്റ ഭാഗം വരുന്ന അതേപോലത്തെ ഒരു ചെറിയൊരു കുനിപ്പ് പോലത്തെ ഒരു ഷേപ്പ്. അങ്ങനെ ഞാൻ ആ മുത്ത് അങ്ങനെ ഒട്ടിച്ച് കൊടുത്തു. ആ മുത്ത് അറ്റങ്ങളിൽ മാത്രമല്ല കേട്ടോ, ഫുൾ കവർ ചെയ്തിട്ടാണ് ഞാൻ ഒട്ടിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മുത്ത് നമ്മളിത് ഒട്ടിച്ച് കഴിയാറായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോട്ടിൽ ആർട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടല്ലേ. അപ്പോൾ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കാൻ ശ്രമിക്കണേ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരോടും ബൈ ബൈ, ടേക്ക് കെയർ.